വലിയ സിനിമകൾ എടുക്കുന്നവർ, വലിയ സിനിമ ഫണ്ട് ഫ്ലോ വരുന്ന സിനിമകൾ, ഞാൻ പറഞ്ഞ 30 കോടിയുടെ 50 കോടിയുടെ 60 കോടിയുടെ 100 കോടിയുടെ സിനിമകൾ ഇപ്പൊ വരുന്ന പല വലിയ സ്കെയിലുള്ള സിനിമകൾ, അവിടെയല്ല ഇത്തരത്തിലുള്ള എൻട്രിങ് ഉണ്ടെങ്കിൽ തന്നെ, കാരണം എനിക്ക് അപ്പോഴും അറിയില്ല, കാരണം അത്തരത്തിലുള്ള വലിയ സിനിമകൾ ഞാൻ ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. അപ്പൊ ആ സിനിമയിൽ എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ, അവന്റെ കയ്യിൽ കള്ളപ്പണം പോയിട്ട് ഒരു പണമില്ല. കാരണം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ വെച്ചാൽ പലപ്പോഴും ഇതൊക്കെ പല ആൾക്കാരും, മലയാള സിനിമയിലെ ആൾക്കാർ കയ്യിൽ രൊക്കം പൈസ വെച്ചിട്ടല്ല, അവര് ഫിനാൻസിനും ഇതിനൊക്കെ എടുത്തിട്ടാണ്, അവർ കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ എടുക്കുന്നത്. പിന്നെ എങ്ങനെയാടാ കള്ളപ്പണം ഈ ഫിനാൻസിന് എടുത്തിട്ട് വരുന്ന സിനിമയും കൊണ്ട് അവരെന്ത് കള്ളപ്പണത്തിനാണ് നമ്മൾ പറയാൻ പറ്റുക? അപ്പോൾ ഇത് അലിഗേഷൻ വരുന്നത് എനിക്കെതിരെയല്ല, ഈ പറയുന്ന എന്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇത്തരം ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അവരൊക്കെ വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമയിൽ കയ്യിൽ കാശും വെച്ച് അവർ ഒരു സിനിമ എടുക്കാൻ വരുന്ന, അല്ലെങ്കിൽ കാരണം ഇവരൊന്നും ഒരു സിനിമ എടുത്ത് ഇവരൊന്നും കുത്തുവള എടുക്കാനല്ല, ഞാൻ പറഞ്ഞ പാഷനേറ്റ് ആയിട്ട് വരുന്നതാണ്. അവരുടെ കാൽക്കുലേഷൻ പാളി പോകുന്നതും ഇതല്ലാണ്ട് ഒരാളും എൻ്റെ അറിവിൽ ഈ പറയുന്ന കള്ളപ്പണം വെച്ചിട്ട് എൻ്റെ സിനിമകൾ എടുത്ത് ഒരാളെയും എനിക്ക് പരിചയമില്ല. കാരണം ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും എനിക്ക് വളരെയധികം ബന്ധമുണ്ട്. ഞാൻ